അടുത്തത് എന്ത് എന്ന് പ്രേക്ഷകരെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്വേഗം നിറഞ്ഞ സിനിമയായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട ഒരു സ്വപ്നം ഇവിടെ വരെ എത്തിക്കാൻ അതിനോട് കട്ടയ്ക്ക് കൂടെ നിന്ന സലിലിനെയും രഞ്ജിയും എത്ര അഭിനന്ദിച്ചാലും നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ഒബ്വിയസ്ലി ജിസ് ടോംസ്, പുള്ളി ഇതിൽ കാണിച്ച ഫെയ്ത്ത്, പിന്നെ ഈ പ്രൊജക്റ്റിൻ്റെ തന്നെ ഫുൾ അതിൻ്റെ ഡയറക്ഷൻ മാറ്റിയ മഞ്ജുവിന് താങ്ക്സ് പറയുകയാണ്. വേറൊരാളെന്ന് പറഞ്ഞാൽ ബിനീഷ്, ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഈ രീതിയിൽ ഈ പ്രൊജക്റ്റ് ചിലപ്പോൾ നടക്കില്ല. അപ്പം എല്ലാവരെയും ഒരു പുതിയ എക്സ്പീരിയൻസ് കാണാനായിട്ട് നമ്മൾ ഹാർദവമായി ക്ഷണിക്കുകയാണ്. ഇവിടുത്തെ ഓഡിയൻസിന് അതൊരു നല്ല എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് സലീൽ, വൺ ഓഫ് ദ ഡയറക്ടേഴ്സാണ്. ഇവരെല്ലാം പറഞ്ഞതിൻ്റെ കൂടുതലായിട്ട് പറഞ്ഞു മറിക്കാൻ എൻ്റെ കയ്യിൽ വേറൊന്നുമില്ല. വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഭയം എന്ന് പറയുന്നത് ഇതൊരു കമേഴ്ഷ്യൽ സിനിമ സ്പേസിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ആദ്യം മുതലേ അഭയും ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചത് ഇതൊരു കമേഴ്ഷ്യൽ പടമായിരിക്കും. അതായത് തിയേറ്ററിൽ ആളുകൾ വന്ന് കണ്ട് ആസ്വദിച്ച് ഇറങ്ങി പോകുന്നൊരു സിനിമ തന്നെയായിരിക്കും. അത് അങ്ങനെ ഒരു തോട്ടിൽ നിന്നാണ് നമ്മളൊരു ഈ ഹൊററിനെ എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം എന്നുള്ളത് ആലോചിച്ച് തുടങ്ങിയത്. ഇതിലൊരു കഥ മാത്രമല്ല, അതിൻ്റെ ഒരു കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് പോലും നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പാറ്റേണിൽ നിന്ന് മാറ്റി പിടിക്കണം എന്നുള്ള ഞങ്ങളുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങി തന്ന മഞ്ജുവിനും ജിസിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പോരാത്തതിന് ഇതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് വരുന്ന സണ്ണിയുടെ ആൻഡ്രിക് എന്നൊരു ക്യാരക്ടറാണ്. അപ്പം ആ ഒരു ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ അത് ഫസ്റ്റ് ഓഫ് ഓൾ അത് കഥയുടെ ഒരു നറേറ്റർ എന്നൊരു മോഡിൽ വർക്ക് ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. അപ്പം ആ ഒരു ക്യാരക്ടർ മഞ്ജുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ കാണാത്തൊരു പെയർ വേണം എന്നൊരു തോന്നൽ നമുക്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അപ്പം അത് സണ്ണിയിലേക്ക് എത്തുക എന്നുള്ളത് ഒരു ജിസ് നമ്മളോട് സണ്ണിയോട് കഥ പറഞ്ഞ് നോക്കൂ, ഇഷ്ടപ്പെടുന്നതാണ്, ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടേക്ക് എത്തുകയും ഒരു ഫോൺ കോളിൽ ഞങ്ങളൊരു അരമണിക്കൂർ കഥ പറഞ്ഞപ്പോൾ തന്നെ സണ്ണി വളരെ ഇഷ്ടപ്പെടുകയും സ്ക്രിപ്റ്റ് വായിച്ച് വിളിച്ച് ഏകദേശം ഒരു മണിക്കൂറോളം നിങ്ങൾ സംസാരിക്കുകയും ചെയ്തതാണ്. അപ്പം ഞങ്ങളെ നേരിട്ട് കാണാതെ ഫോണിലൂടെ കഥ കേട്ട് സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ് സണ്ണി പ്രൊജക്റ്റിലേക്ക് വന്നത്. അപ്പം അത്രയും വിശ്വാസം അവർക്കെല്ലാം ഈ സബ്ജക്റ്റിൽ ഉണ്ടായിരുന്നു. ആ വിശ്വാസമാണ് ഞങ്ങളുടെ ഈ പ്രൊജക്റ്റ് ഈ രീതിയിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ധൈര്യം തന്നത്. അതിന് എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഭയകുമാർ എന്നാണ്. ഞാൻ റൈറ്റേഴ്സിൽ ഒരാളാണ്. ഇവിടെ എല്ലാവരും വിശദമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതിനോട് എനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ളത്, ഈ ഒരു ടെക്നോ ഹൊറർ എന്ന ഈ സബ്ജക്റ്റ് ഞങ്ങൾ കൺസീവ് ചെയ്ത് ആദ്യമായിട്ട് സലിൽ രഞ്ജിത്ത് ഇവരോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ അവരുമായിട്ട് വളരെ നല്ല സൗഹൃദമുണ്ട്. പുണ്യാള പ്രത്യേകിച്ച് ചെയ്യുമ്പോൾ തന്നെ അവരതിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങളായിട്ടുള്ള സൗഹൃദം തുടങ്ങുന്നത്. ഈ സബ്ജക്റ്റ് അവരോട് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി അവരതിനോട് വളരെ താല്പര്യം പറയുകയും ഇതായിരിക്കും നമ്മളുടെ ആദ്യത്തെ സിനിമ എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. പിന്നെ കുറേ സമയമെടുത്തു, കുറച്ച് വർഷങ്ങളെടുത്തു അതിൻ്റെ ആ പ്രോസസ്സ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിൽ ഈ സലിൽ ആൻഡ് രഞ്ജിത്ത് എടുത്ത എഫർട്ട് ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ അടുത്ത ഓരോ സീൻസും എങ്ങനെയായിരിക്കണം, അതിൻ്റെ വിഷ്വൽ എങ്ങനെയായിരിക്കണം, സൗണ്ട് ഡിസൈൻ എങ്ങനെയായിരിക്കണം എന്ന മേഖലകളിലെല്ലാം തന്നെ അവർ വളരെ സ്പെസിഫിക് ആയിരുന്നു, റിസർച്ച് ചെയ്തിരുന്നു. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ പ്രൊജക്റ്റിനെ സമീപിച്ചത്. തുടർന്ന് ഈ പ്രൊജക്റ്റ് ജിസ്സിലേക്ക് എത്തുകയും ജിസ് അത് വളരെ സ്നേഹത്തോടെ സപ്പോർട്ടോടെ കൂടെ നിൽക്കുകയും ഇത് ടേണിംഗ് പോയിന്റ് ആയത് ബിനീഷ് മഞ്ജു വാര്യർ ലെവലിലേക്ക് എത്തിയപ്പോഴാണ് ഈ സിനിമയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ വെച്ചത് എന്ന് തന്നെ പറയാം. അവിടെ നിന്ന് അതൊരു വളരെ ഒരു നല്ല സൗഹൃദത്തിൻ്റെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും തുടക്കമായിരുന്നു. അത് ഈ നിലയിൽ പല ചലഞ്ചുകളിലൂടെയും കടന്നുപോയി. സിനിമ ഷൂട്ടിംഗ് പീരീഡിലാണെങ്കിലും അതിനുശേഷമാണെങ്കിലും എല്ലാം പല പല ചലഞ്ചസ് ഉണ്ടായിരുന്നെങ്കിലും നല്ലത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ സാധൂകരിച്ചുകൊണ്ട് അതെല്ലാം ഇപ്പോൾ യാഥാർത്ഥ്യമായി വരികയാണ്. ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. ഈ തിയേറ്റർ എക്സ്പീരിയൻസ് പ്രേക്ഷകരിലെത്തി അവരത് എൻജോയ് ചെയ്ത് കാണുക എന്നുള്ളത് കൂടി ഞങ്ങളുടെ വലിയൊരു ഡ്രീമാണ്. അത്രയും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് അത്രമാത്രം ഡീപ്പായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കൊറോണ പീരീഡിൽ അതിന് ഒരുപാട് ടൈം കിട്ടി എന്ന് തന്നെ പറയാം. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അതെല്ലാം ഓഡിയൻസിലേക്ക് എത്തുകയും അത് അവർ ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ എല്ലാവരും കാണണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
അതിന് മീഡിയ അതുപോലെ എല്ലാ ആളുകളുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പം എല്ലാവരും ഒരു പേര് കേട്ടു, ബിനീഷ് എന്ന്. ആക്ച്വലി ഇതിനകത്ത് നമ്മുടെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത് അഭിനന്ദൻ രാമാനുജൻ, ആമേനൊക്കെ ചെയ്ത അഭിനന്ദനാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ എഡിറ്റർ മനോജ് എന്ന് പറയും, ആമേൻ, ആക്ഷൻ ഹീറോ ബിജു, ഗ്രാൻഡ് മാസ്റ്റർ, ഇങ്ങനെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസ്, ഒരുപാട് ക്ലാസ് ടെക്നീഷ്യൻസ് വർക്ക് ചെയ്ത ഒരു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഈ ടെക്നീഷ്യൻസ് ഇന്നാണ് നല്ലതായിരിക്കും, ഇങ്ങനെ നല്ലതായിരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ പ്രൊജക്റ്റിൻ്റെ ഒരു ഡിസൈൻ കൊണ്ടുവന്നത് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ നമ്മൾ വെച്ചതാണ്. പക്ഷേ ആക്ച്വലി പ്രൊജക്ട് ഡിസൈനറാണ് ബിനീഷ് ചന്ദ്രൻ. ബിനീഷ് എല്ലായിടത്തും ഉണ്ട്, ബിനീഷ് എല്ലായിടത്തും ഉണ്ട്. മാത്രമല്ല ഈ മഞ്ജു വാര്യർ പ്രൊഡക്ഷൻസിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്പനിയിലാണെങ്കിൽ പോലും, നിങ്ങൾക്കൊരു പുതിയ സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കുവോ, അല്ലെങ്കിൽ അവിടെ ഒരു കാസ്റ്റിങ്ങിൽ നല്ലൊരു പോർട്ട്ഫോളിയോ അയച്ചു കൊടുക്കുവോ, ബിനീഷിന് അയച്ചു കൊടുത്താൽ മതി. അദ്ദേഹം കൃത്യമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു തരും എന്ന് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ബാക്കി സിനിമയെക്കുറിച്ച് എന്താ ഇല്ല, ബാക്കി സിനിമയെക്കുറിച്ച് ഇപ്പോൾ ബാക്കി പറയാം. നമസ്കാരം. എല്ലാവരും ലോകം മുഴുവൻ വലിയ പ്രതീക്ഷകളിലാണ്. എന്തൊക്കെയാണ് ഇനി അങ്ങോട്ട് സംഭവിക്കാമെന്നുള്ള വളരെ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സിനിമയുടെ കാര്യത്തിൽ. ഈ സിനിമയിലേക്ക് എന്നെ വിളിച്ചതും ബിനീഷാണ്. സലിലും രഞ്ജിത്തുമായിട്ട് അന്വേഷണം എന്ന സിനിമ എഴുതുമ്പോൾ മുതലുള്ള, അതിൽ പ്രവർത്തിക്കുമ്പോഴുള്ള പരിചയമാണ്. ടെക്നോ ഹൊറർ എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ ഹൊറർ സബ്ജക്ട്സ് കാണുമ്പോൾ, ആ സിനിമകൾ കാണുമ്പോൾ, പ്രേക്ഷകർ എന്ന നിലയ്ക്ക് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ലോജിക്കൽ കണക്റ്റൊക്കെയാണ് ശരിക്കും നമുക്ക് പലപ്പോഴും പിന്നീട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കാറ് ലോജിക്കലി. അപ്പോൾ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ, ഞാൻ സിനിമയിൽ വളരെ കുറച്ച് സ്ക്രീൻ പ്രസൻസി ഉള്ളെങ്കിലും മുഴുവൻ കഥയും ഏറെക്കുറെ എന്നോട് രണ്ടുപേരും പറഞ്ഞ് മനസ്സിലാക്കിയത് വെച്ചിട്ട് പറയുകയാണ്, ലോജിക്കലി കണക്ട് ചെയ്യാൻ. പക്ഷേ ഈ സിനിമയിലെ ബ്രില്യൻസി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ലോജിക്കലായിട്ടുള്ള കണക്ട് ചെയ്യാൻ നടത്തിയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ശ്രമമാണ് സ്ക്രീൻ പ്ലേയിൽ. അത് തീർച്ചയായിട്ടും ടെക്നോ ഹൊറർ ഫിലിമാണ്. അതിൻ്റെ മുഴുവൻ ഇമ്പാക്റ്റും കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതുകൊണ്ട് എല്ലാവരുടെയും പേരിൽ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സിനിമ, ഹൊറർ സിനിമകളല്ല. അപ്പോൾ അത്ര വളരെ മനോഹരമായിട്ട് നേരത്തെ പറഞ്ഞ മനോജ് സേനനും എല്ലാവരും ചേർന്നിട്ട് ഈ സിനിമയെ വളരെ ഗംഭീരമാക്കിയിട്ടുണ്ട്. മഞ്ജുവിൻ്റെ കൂടെ മറ്റെല്ലാവരെയും പോലെ എപ്പോഴെങ്കിലും ഒരു സിനിമയിൽ ഉണ്ടാവണമെന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ഈ സ്ക്രീനിൻ്റെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് തുടങ്ങിയ കാലത്ത് എവിടേക്കോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എന്തായാലും അപ്പം ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഈ സിനിമയിലും. ഞാൻ ചോദിച്ചു മഞ്ജു വാര്യരുമായിട്ട് കോമ്പിനേഷൻ സീൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് ഞാൻ പറയില്ല, അത് കാണണം. അപ്പോൾ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരു യൂത്ത്ഫുൾ ആയിട്ടൊരു ആംബിയൻസ് ആയിരുന്നു. സണ്ണിയെ കുറേ കാലമായിട്ട് പല സിനിമകളുടെ സെറ്റിൽ പോയി കഥ പറയാനും അല്ലാതെയൊക്കെ ഞങ്ങളൊന്ന് കാണാറുണ്ട്. ഞങ്ങളൊരുമിച്ച് ഈ കൂട്ടായ്മയിൽ എനിക്ക് കൂടെ ഉണ്ടാവാൻ പറ്റിയൊരു സന്തോഷമുണ്ട്. നിരഞ്ജനയുടെ ഒപ്പം ഒരു മാസം മുമ്പ് ഒരു ചെറിയ സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ പ്രതീക്ഷകളോടെയാണ് നമ്മളെല്ലാവരും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈ ഒരു വർഷം കൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ടെക്നോളജി എത്രമാത്രം അഡ്വാൻസ് ആയി, എല്ലാ ഗാഡ്ജറ്റ്സും അമ്മമാരും മുത്തശ്ശിമാരും വരെ ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ഓൺലൈൻ കണക്ട് ചെയ്യേണ്ടതൊക്കെ പഠിച്ചിരിക്കുന്ന സാഹചര്യമാണ്. അവിടെയാണ് ഈ സിനിമയുടെ ചലഞ്ചും റെലവൻസും ഒക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള സിനിമകളെ പ്രോത്സാഹിപ്പിക്കണം. അതിലേ ഉള്ളൂ. താങ്ക് യു. OTT പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഇറക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ടും നമ്മളത് തീർച്ചയായിട്ടും അത് തടഞ്ഞു വെച്ചത്, അല്ലെങ്കിൽ ബിനീഷും നമ്മളെല്ലാവരും കൂടെ എടുത്തൊരു തീരുമാനമായിരുന്നു ഒരു OTT പ്ലാറ്റ്ഫോമിൽ നമ്മൾ സിനിമ ഇറക്കണ്ട എന്നുള്ളത്. കാരണം അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകരുത്, പ്രത്യേകിച്ച് പ്രേക്ഷകന്. കാരണം അങ്ങനെ ഒരു പ്രൊഡക്റ്റ് പുതിയ ഡയറക്ടേഴ്സ് അങ്ങനെയാണ് അതിനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും നമ്മൾ ഓപ്റ്റ് ചെയ്യാതിരുന്നത്.
പക്ഷെ അതിൽ വേറെ ഉണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ മുഖം, 3 മുഖങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നല്ലോ. അതാണോ ഇനി 3 മുഖം ചേർന്നൊരു മുഖം? ശബ്ദം, ആ ശബ്ദം എല്ലാവരിലേക്കും എത്തണം. ഇതിന്റെ ശബ്ദം ഇങ്ങനത്തെ വളരെ വിചിത്രമായിട്ടുള്ള അനിഷ്ടങ്ങളല്ല, ഇതൊക്കെ ഭയങ്കര വിചിത്രങ്ങൾ, ഇതൊക്കെ വളരെ പ്രഷ്യസ് ആണ്. ഇതൊക്കെ വേറെ എവിടെ കിട്ടില്ല. ലൊക്കേഷനിൽ ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടു, തുടങ്ങിയപ്പോ തൊട്ട് എന്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇതേപോലെ ഇഷ്ടം പോലെ അനുഭവങ്ങൾ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. പലരുടെയും ഇതേപോലെ ഒരു പെയിന്റിംഗ് ഒക്കെ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സീനിൽ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഫ്രെയിമിൽ ഉണ്ടായിരുന്ന ഒരു പെയിന്റിംഗ് വന്ന് വീണു. പിന്നെ പലരുടെയും ഇതേപോലെ ഫോണുകൾക്ക് പല തകരാറുകൾ ഉണ്ടായി, ഫോണുകൾ വർക്ക് ചെയ്യാതായി. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. നൈറ്റ് ആയിരുന്നു ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒന്നാമത് എനിക്കൊക്കെ ബേസിക്കലി ഇച്ചിരി പേടിയുള്ള ആളാണ് പ്രായമെന്ന് പറയുമ്പോൾ. അപ്പം ഇങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ ഉള്ളൊരു ടെൻഷനായിരുന്നു. അപ്പൊ ഇവിടെയും അങ്ങനെ വന്നപ്പോ എനിക്ക് ഉറപ്പായി. എവിടെ ലൊക്കേഷനില് ഒരുപാട് പേർക്ക് പെട്ടെന്ന് ഫോണുകൾ വർക്ക് ചെയ്യാതാവുമായിരുന്നു. ചില സമയത്തൊക്കെ ചില പ്രത്യേക സമയങ്ങളിൽ ഫോണുകൾ, എല്ലാവരുടെ ഫോണുകളും പെട്ടെന്ന് ഔട്ട് ഓഫ് റേഞ്ച് ആവുന്നു, ഫോണുകൾ പെട്ടെന്ന് ഓഫ് ആവുന്നു. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഇഷ്ടംപോലെ, അത് പലർക്കും സാക്ഷി പറയാനും ഉണ്ടാവും. എനിക്ക് ഒരു പ്രാവശ്യം ഉണ്ടായി, പെട്ടെന്ന് ഫോൺ ഹാങ് ആവുകയൊക്കെ ചെയ്തത്. ഈ മലയാളത്തിൽ യഥാർത്ഥത്തിൽ ഹൊറർ സിനിമ തന്നെ അപൂർവമായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ടെക്നോ ഹൊറർ വൈബിലുള്ള ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജോണറിലുള്ള ചിത്രം എങ്ങനെ നോക്കി കാണുന്നു? അതിന്റെ ഒരു സാധ്യത ഞങ്ങളുടെയൊക്കെ വലിയൊരു എക്സൈറ്റ്മെന്റും അതാണ്. ഇത് മലയാളത്തില്, സൗത്ത് ഇന്ത്യയിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. മലയാളത്തിൽ തീർച്ചയായിട്ടും ഇത് ആദ്യത്തെ ഒരു ശ്രമമാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ടെക്നോളജി ഉൾപ്പെടാത്ത ഒരു കാര്യവുമില്ല. എല്ലാ കാര്യത്തിലും നമ്മൾ ടെക്നോളജി ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ആ ടെക്നോളജിയിൽ പതുങ്ങിയിരിക്കുന്ന അപകടം എന്തായിരിക്കും എന്നുള്ളൊരു ചിന്തയായിരിക്കാം ഒരു പക്ഷേ അഭയും അനിലിനും ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിലേക്ക് എത്തിച്ചത്. അത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ശരിക്കും ഇതിൻ്റെ ഒരു സ്വഭാവം കാരണം കൂടുതൽ വിവരങ്ങൾ പറയാനുള്ള ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷെ ടെക്നോളജി നമ്മുടെ ജീവിതത്തിൽ ഉപകാരമാണോ ഉപദ്രവമാണോ എങ്ങനെ വേണമെങ്കിലും ആവാം. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇതിലുണ്ട്. ഈ ചിത്രം തിരഞ്ഞെടുക്കാനും ഇത് തന്നെയായിരുന്നു കാരണം? തീർച്ചയായിട്ടും ഇത് വളരെ അത്രയും പുതുമയുള്ള, എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിച്ച, ഞാനൊരു ഹൊറർ സിനിമ ഇതുവരെ അഭിനയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത് പ്രീസ്റ്റിന് മുമ്പ് ചിത്രീകരിച്ച സിനിമയായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും എന്നെ ആ ഒരു ഹൊറർ സിനിമയാണ് എന്നുള്ളൊരു കാര്യം എന്നെ നന്നായിട്ട് എക്സൈറ്റ് ചെയ്തിരുന്നു. പിന്നെ ഉറപ്പായിട്ടും ഇതിൻ്റെ കഥ അത്രയധികം ഒരു പുതുമയുള്ളതായിരുന്നു. ശരിക്കും സാധാരണ വ്യത്യസ്തം പുതുമയുള്ളതെന്ന് നമ്മൾ പല പല പ്രോജക്ട്സിലും നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇതിൽ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഒരു പരീക്ഷണാർത്ഥം തന്നെ ഞാൻ സന്തോഷത്തോടെ പങ്കുചേർന്നൊരു സിനിമയാണ്. പിന്നെ ഉറപ്പായിട്ടും സണ്ണിയുമായിട്ട് ഞാൻ ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ല ഇതിനു മുമ്പ്. അപ്പോൾ ആ ഒരു സന്തോഷവും ഉണ്ടായിരുന്നു. മൊത്തം നല്ലൊരു ടീമായിരുന്നു ഇതിന് എന്നെ കാത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സന്തോഷമുണ്ട്. പ്യുവർലി നമുക്കിതിനെ ടെക്നിക്കൽ ഹൊറർ ഗണത്തിൽ എന്തെങ്കിലും തീർച്ചയായിട്ടും പെടുത്താൻ പറ്റും. പിന്നെ ആരും എന്താ പറയുക, ആരും ട്രാവൽ ചെയ്യാത്തൊരു ഏരിയ തന്നെയാണ് ഈ സിനിമ ട്രാവൽ ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ പറയാൻ പറ്റാത്തതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ അത് നിങ്ങൾക്ക് ക്ലാരിറ്റി തരാൻ പറ്റുമായിരുന്നു. ഇതിൽ ഒരു ഹൊറർ സിനിമ ആകുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. അതിൻ്റെ വിഷ്വൽസ് ഉണ്ട്, അതിൻ്റെ സൗണ്ട് എഫക്ട്സ് ഉണ്ട്, സൗണ്ട് ഡിസൈനിങ് ഉണ്ട്, VFX ഇതുണ്ട്. ഇപ്പം ഇതെല്ലാം വളരെ വളരെ ക്രാഫ്റ്റുള്ള ആളുകളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ക്യാമറ പറഞ്ഞ പോലെ അഭിനന്ദൻ രാമാനുജമാണ്. മ്യൂസിക്കും ഇതിൻ്റെ മിക്സിങ്, സൗണ്ട് ഡിസൈനിങ്ങും മ്യൂസിക് ഡോൺ വിൻസെൻ്റ് ആണ്. ഇതിൻ്റെ മിക്സിങ് ചെയ്തിരിക്കുന്നത് വിഷ്ണുവാണ്. VFX ചെയ്തിരിക്കുന്നത് പ്രൊമൈസ് ഗ്രൂപ്പ്. വളരെ ഭംഗിയായിട്ട് ഈ സിനിമ കണ്ട എല്ലാവരും എടുത്തു പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിന്റെ സൗണ്ടിന് ഒരുപാട് പ്രാധാന്യമുള്ളൊരു സിനിമയാണ്. അതിനെക്കുറിച്ച് അറ്റ്മോസ് സറൗണ്ട് ടെക്നോളജി 7.1 ആണ് ഫിലിമിൻ്റെ മിക്സ്. അപ്പോൾ അങ്ങനെയുള്ള തിയേറ്ററിൽ തന്നെയാണ് സിനിമ പോയി കാണേണ്ടത്. 7.1 മിക്സ് എന്ന് പറഞ്ഞാൽ അറിയാൻ വേദാകാരില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സൗണ്ടിന് മഞ്ജു പറഞ്ഞതുപോലെ ടെക്നോളജിക്ക് സ്വാഭാവികമായും ഒരു ഹൊറർ മൂവിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ ഫിലിമിന് ടെക്നോ ഹൊറർ ഫിലിം ആകുമ്പോൾ നാച്ചുറലി വീണ്ടും അതിൻ്റെ പ്രാധാന്യം കൂടും. അത് വളരെ കൃതഹസ്ഥതയോട് കൂടിയിട്ട് ചെയ്യാവുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. മനോജ് സേനനെയൊക്കെ നമുക്കറിയാമല്ലേ, ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയുടെ സ്വഭാവവും
ആമേൻ്റെ സ്വഭാവവും ഒന്നുമല്ല നമ്മുടെ സിനിമയ്ക്ക് ഇപ്പം. അപ്പോൾ അവരെല്ലാവരും വളരെ ഫ്രഷായിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് നല്ലപോലെ റിസർച്ച് ചെയ്തിട്ടാണ് ഇതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അവരുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. ഈ ഹൗ ഓൾഡ് ആർ യുവിന് ശേഷം യഥാർത്ഥത്തിൽ വുമൺ സെൻട്രിക് ആയിട്ടുള്ള ചിത്രങ്ങളും ഈ സൂപ്പർ സ്റ്റാറിന്റെ കൂടെയുള്ള ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം റാണി പത്മിനി അല്ലാതെ യഥാർത്ഥത്തിൽ ഒരു വുമൺ എംപവറിംഗ് ഫിലിം തിരഞ്ഞെടുത്തിട്ടില്ല. എന്താണ് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു സ്റ്റാറിനെ കീപ്പ് ചെയ്യുന്ന ഒരാളെന്ന അർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത്? അങ്ങനെയുള്ള ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കാതെയൊന്നുമില്ല. ഞാൻ ചെയ്തിട്ടുള്ള ഉദാഹരണം സുജാത അങ്ങനത്തെ ഒരു പ്രമേയം കൈകാര്യം ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു സ്ത്രീയെ കേന്ദ്രീകരിച്ച് മാത്രം കഥ പറഞ്ഞാലേ വുമൺ എംപവർമെന്റ് ആവുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതൊരു സ്ത്രീക്കും ഏതൊരു ചെറിയ കാര്യത്തിൽ നിന്നും എംപവേർഡ് ആവാം. അതിനൊരു സിനിമ തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പോഴത്തെ സ്ത്രീകളൊക്കെ എത്ര ശക്തിയുള്ള സ്ത്രീകളാണ് എല്ലാവരും, അല്ലേ? പല വ്യത്യസ്തമായുള്ള കഥകളും വ്യത്യസ്തമായിട്ടുള്ള പ്രമേയങ്ങളുള്ള സിനിമകൾ ചെയ്യുമ്പോഴാണ് ഇപ്പൊ നിങ്ങൾക്കടക്കമുള്ള പ്രേക്ഷകർക്ക് കാണാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരേ സ്വഭാവമുള്ള സിനിമകൾ ചെയ്തുകൊണ്ട് പോയാൽ ചെയ്യാൻ എനിക്കും മടുക്കും, കാണുമ്പോൾ നിങ്ങൾക്കും മടുക്കും. ഒരു ത്രില്ലർ സ്വഭാവം കാണുന്നുണ്ട് ഇതിൽ. ആക്ഷൻ എത്രത്തോളം പ്രാധാന്യമാണ്? ഇവർ രണ്ടുപേരും ആക്ഷൻ ചെയ്തിട്ടുണ്ടോ സിനിമയിൽ? അതിൽ ആദ്യത്തെ ഒരു മറുചോദ്യമാണ്. ആക്ച്വലി ഈ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്റ്റണ്ടാണോ അതോ ആക്ഷൻ കോറിയോഗ്രഫിയാണോ? സ്റ്റണ്ട് എന്ന് പറയുകയാണെങ്കിൽ പഴയ നമ്മൾ കേൾക്കുന്ന ഫേമസ് സംഘടനം ത്യാഗരാജൻ സ്റ്റൈൽ ഓഫ് ആക്ഷൻ ഇതിലില്ല. കാരണം കഥ അത് ഡിമാൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മളതിന് എതിർത്തുകൊണ്ടൊന്നുമല്ല, കഥ അത് ഡിമാൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ആക്ഷനുകൾ എന്ന് പറയുന്നത് നമുക്ക് ത്രസിപ്പിക്കുന്ന രംഗങ്ങളും അങ്ങനത്തെ മൂവ്മെന്റ്സും ചെറുതല മൂവ്മെന്റ്സ് ഒക്കെ ഉള്ള ഇതിലുണ്ട്. അത് മഞ്ജു ആയാലും സണ്ണി ആയാലും ചെയ്തിട്ടുമുണ്ട്. അപ്പം നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവാം, റോപ്പ് സ്റ്റൺസ് പൊതുവെ മഞ്ജു ചെയ്തിട്ടില്ല ഇതുവരെ. ആദ്യമായിട്ട് റോപ്പ് സ്റ്റണ്ട് ചെയ്തത് ഈ സിനിമയിലാണ്. അപ്പൊ അതൊക്കെ നമുക്കൊരു 8 days ക്ലൈമാക്സ് ഷൂട്ടിൽ മഞ്ജുവും സണ്ണിയും അതെല്ലാം ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം ഉണ്ട്, അതിന്റെ രംഗങ്ങളുടെ പ്രത്യേകത എന്താണ് എന്നുള്ളത് നിങ്ങൾ സിനിമ കാണുമ്പോൾ ഒന്നുകൂടി വ്യക്തമാവുന്നതാണ്. ഈ അന്ധവിശ്വാസങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന സിനിമകൾ ഈ ഹൊറർ എലമെൻറ്റ്സ് ഉള്ള സൈക്കോളജിക്കൽ ത്രില്ലറുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഫുള്ളി ഒരു ഹൊറർ സിനിമ എങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുക്കും തോന്നുന്നുണ്ട്? ഹൊറർ സിനിമ എന്നുള്ളതിന് ഒരു പ്രത്യേക ജോണറായിട്ട് കാണാനുള്ള കഴിവ് അല്ലെങ്കിൽ ബുദ്ധി പ്രേക്ഷകർക്കുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഹൊറർ സിനിമ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിന്റെ മേക്കേഴ്സ് ഒരിക്കലും ഈ ലോകത്ത് പ്രേതമുണ്ടോ ഇല്ലയോ എന്ന് ഒരു തർക്കത്തിലേക്ക് നീളുന്നില്ല. അതൊരു ജോണറാണ്. ഹൊറർ സിനിമ ഈ ലോകത്ത് പ്രേതമില്ല അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവർ ഇല്ല എന്ന് അമിതമായി വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരു ഹൊറർ സിനിമയും വർക്കൗട്ട് ആവില്ല, ആസ്വദിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൊറർ സിനിമ കാണുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ട് എന്നൊരു കഥയാണ് ഇത് എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളൊരു സൂപ്പർ ഹീറോ ആക്ഷൻ പടം കാണുമ്പോൾ ഈ ലോകത്തിൽ സൂപ്പർ ഹീറോകൾ എന്നുള്ളത് ആ ഒരു അമാനുഷികത്വമൊന്നുമില്ല. നമ്മളത് പോയി കാണുന്നില്ലേ, നമ്മൾ നല്ല ആക്ഷൻ മാസ് പടങ്ങളും കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ്, അതൊരു ജോണറാണ്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ പടത്തിൽ എന്താ പറയാ, അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള രംഗങ്ങളൊന്നും തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടില്ല, എഴുതിയിട്ടുമില്ല, ഞങ്ങൾ ചിത്രീകരിച്ചിട്ടുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയായി ഇത് മാറില്ല എന്നൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അതുപോലെ ആക്ച്വലി ബാക്കിയുള്ള സിനിമകളിൽ കാണുന്ന പോലെ വെള്ള സാരി എടുത്തൊരു പ്രേതം, ഒരു പ്രേത ബംഗ്ലാവ്, മരിച്ചുപോയൊരു പെൺകുട്ടിയുടെ ആത്മാവ് വന്ന് ഒരാളെ കൊല്ലാൻ നോക്കുന്നു, അങ്ങനത്തെ ക്ലീഷേ സ്വഭാവമുള്ള ഒരു എലിമെൻസും ഈ സിനിമയിലില്ല. പ്യൂർലി കുറച്ച് സയൻറ്റിഫിക് ആയിട്ട് ആണ് ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. പ്രേതം എന്നത് ഒരു എനർജി ആണെന്നും അതൊരു നെഗറ്റീവ് എനർജി ആണെന്നും ആ രീതിയിലുള്ളൊരു സയൻറ്റിഫിക് അപ്രോച്ചിലാണ് ഞങ്ങൾ ഇതിനെ സമീപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് വന്നാലും ഒരു അന്ധവിശ്വാസം ആ ഒരു പ്ലെയിനിലോട്ട് ഞങ്ങൾ പോയിട്ടേ ഇല്ല. സോ അത് ഞങ്ങൾ ഉറപ്പ് തരുന്നു. സണ്ണി ചേട്ടൻ യഥാർത്ഥത്തിൽ ഒരു സൂപ്പർ എക്സൈറ്റഡ് പ്രൊജക്ടിന്റെ ഭാഗമാണ്. അത് ഓഫ് ടോപ്പിക്കാണ്. സൂപ്പർ എക്സൈറ്റഡ് പ്രൊജക്ടിന്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ അത് കുറുപ്പാണ്. കുറുപ്പ് യഥാർത്ഥത്തിൽ മലയാളി പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റും കൂടിയാണ്. വീണ്ടും ദുൽഖർ സൽമാനുമായിട്ട് യഥാർത്ഥത്തിൽ ഒന്നിക്കുന്നു എന്നുള്ളൊരു പുതുമയും കൂടി അതിനുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രൊജക്ടിനെ എങ്ങനെ കാണുന്നു, എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ? അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് കുറുപ്പെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രാഫിയാണ് ആ സിനിമ കംപ്ലീറ്റ്ലി ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ഒരു ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് അതിനെ ചിത്രീകരിച്ച് ഇരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഗംഭീര വിഷ്വലൈസേഷനാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്.
അത്രയും ബഡ്ജറ്റ് ഉണ്ട് ആ സിനിമയ്ക്ക്, അത്രയും ലൊക്കേഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, കുറിപ്പിൻ്റെ തന്നെ ഒരുപാട് ലുക്കുകൾ വരുന്നുണ്ട്, ഒരുപാട് കാലഘട്ടങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പം എല്ലാം കൊണ്ടും കുറിപ്പ് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ആ സിനിമ. തീർച്ചയായിട്ടും ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബോക്സ് ഓഫീസ് യഥാർത്ഥത്തിൽ ഒന്ന് ഇളക്കി മറിക്കുമോ? തീർച്ചയായിട്ടും ഒന്ന് ഇളക്കി പറയ്ക്കും. യഥാർത്ഥത്തില് അസുരനില് ധനുഷിന് നാഷണൽ അവാർഡ് വിൻ ചെയ്തിരുന്നു. അപ്പോഴേക്കും അതിന്റെ എന്താണ്, എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? പിന്നീട് മഞ്ജു ചേച്ചിയുടെ അതിന്റെ അകത്ത് അഭിനയം യഥാർത്ഥത്തില് എടുത്തു പറയേണ്ട അർത്ഥത്തില് ഒരു സംഗതിയായിരുന്നു. ഒരു നാഷണൽ അവാർഡൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ആണോ? അത് തന്നെ മതി. അവാർഡ് കിട്ടിയതിനെക്കാട്ടിലും സന്തോഷമുണ്ട് ഈ വാക്ക് കേൾക്കുമ്പോൾ. അസുരനിൽ ധനുഷ് ഏറ്റവും മികച്ച പ്രകടനമാണ്. അതെല്ലാവരും ഒരു എതിർപ്പും ഇല്ലാത്തൊരു അഭിപ്രായമാണ്. അപ്പം അദ്ദേഹം തീർച്ചയായും അത് അർഹിക്കുന്നു. അതിൽ ഞാനും അദ്ദേഹത്തെ ഓർത്ത് അഭിമാനിക്കുന്നു. ആ സിനിമയും മികച്ച തമിഴ് സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായതിലും സന്തോഷമുണ്ട്. അത് വലിയ കാര്യമല്ലേ അത്. അത് മാത്രമല്ല, മരക്കാറ് നമ്മുടെ മൊത്തം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സിനിമയാണ്. അതിലും ഞാൻ ഭാഗമാണ് എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ വെട്രിമാരൻ പ്രൊജക്ട്സുകളുടെ ഭാഗമാകുന്നതിനെ കുറിച്ച് എങ്ങനെയുണ്ട്? ഇത് പറയുന്നത് ഒരു പുതിയ ഫിലിം കൾച്ചറും കൂടെയാണ്. അപ്പം അത് എങ്ങനെയുണ്ട് അതിന്റെ പാട്ടാകുന്നതിനെ കുറിച്ച്? എനിക്കൊരു വളരെ ഒരു പഠന ഒരു അനുഭവമായിരുന്നു ആ സിനിമയുടെ ഭാഗം ആയപ്പോൾ. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഇനിയുള്ള സിനിമകളിലും നമ്മളെ ഭാഗമാക്കിയാൽ സന്തോഷം. നല്ല കാര്യം. ഇതിലെ പോസ്റ്ററുകളെ കുറിച്ച് പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. വളരെ പുതുമയുള്ള, ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അത് ഇനി വരുന്ന പോസ്റ്ററുകളും നിങ്ങൾക്ക് വളരെ ഒരു ഭയങ്കര കൗതുകം ജനിപ്പിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള പോസ്റ്റേഴ്സാണ്. അപ്പോൾ അതൊക്കെ ഡിസൈൻ ചെയ്ത ദിലീപ് ദാസ്, അദ്ദേഹത്തെയും പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. എല്ലാവരുടെ ഒരു പങ്കാളിത്തവും ഈ ഒരു സിനിമയുടെ ഔട്ട്പുട്ടിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ചിത്രത്തില് മഞ്ജുവാര്യരുടെ പ്രായം വളരെ കുറവായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത ചിത്രം ചതുർമുഖ ഇറങ്ങുന്നുണ്ട്. ഇതിൽ അതിനെക്കാട്ടിയും പ്രായക്കുറവ് നമുക്ക് പ്രതീക്ഷിക്കാം. സിനിമ കാണുക, സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും. നല്ല തിരക്കിലാണെന്നാണ് കേട്ടത്, പ്രത്യേകിച്ച് മഞ്ജു ബോളിവുഡ് ചിത്രത്തില്. അതിന്റെ വിശേഷങ്ങൾ എന്തെങ്കിലും മാധ്യമ സുഹൃത്തുക്കളോട്? അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് എന്നെ സംബന്ധിച്ച്. അത് മാധവനോടൊപ്പമാണ് ഞാൻ അഭിനയിക്കുന്നത്. ഒരു സംവിധായകനും നിർമ്മാതാവും ഒക്കെ പുതിയ ആൾക്കാരാണ്, ആദ്യമായി സിനിമ ചെയ്യുന്ന ആൾക്കാരാണ്. ഹിന്ദിയാണ് ആ സിനിമയിൽ സംസാരിക്കുന്നത് ഞാൻ. അപ്പോൾ വളരെ നല്ല ഒരു തിരക്കഥയും വളരെ ശക്തിയുള്ള ഒരു കഥാപാത്രവുമാണ്. മലയാളികളുടെ മാനം കളയില്ല എന്ന വിശ്വാസത്തോടെ. സിംഗ് സൗണ്ടും കൂടിയാണ്, അതും കൂടി. എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് ഹിന്ദി പ്രാക്ടീസ് ചെയ്യാൻ. ഈ മലയാള സിനിമയ്ക്ക് മഞ്ജുവാരെ അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പതാ नहीं, देख के जानना पड़ेगा. സന്നിധി 1-ാം തീയതി അനുഗ്രഹീതനായിട്ട് ഇറങ്ങുന്നു. അടുത്തത് തുടർന്ന് ചതുർമുഖം. കേട്ടത് റൂമർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാസം, ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഒരു മാസം 2 പടമെങ്കിലും വെച്ച് സന്നിധിയുടെ റിലീസ് കാണുമോ? റിലീസുണ്ട്, അനുഗ്രഹീത ആന്റണി റിലീസുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കുറിപ്പാണെങ്കിലും ചതുർമുഖമാണെങ്കിലും കുറ്റവും ശിക്ഷയാണെങ്കിലും അങ്ങനെ ഒരുപാട് സിനിമകളുടെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. അത് മിക്കവാറും ഈ പറഞ്ഞ പോലെ തന്നെ ഭാഗ്യം കൊണ്ട് എല്ലാ മാസവും ഇറങ്ങുകയാണെങ്കിൽ എല്ലാ മാസവും നിങ്ങൾക്ക് തന്നെ കാണാം. അത് ഭയങ്കര കോമഡി ആയിരുന്നു. ഞങ്ങൾ സിനിമ ഷൂട്ട് തുടങ്ങി ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പം ഞാൻ സലീലിനോട് ഇവിടെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ആൻ്റണി എന്നല്ലേന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞാൽ ആൻ്റണി എന്നാണ്. ഞാനിപ്പോൾ ഒരു അനുഗ്രഹൻ ആൻ്റണി ചെയ്തു, അതോ ആൻ്റണിയാന്ന് പറഞ്ഞു. പിന്നെ ചേഞ്ച് ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു, കാരണം ഓൾറെഡി മഞ്ജുവാര്യർ എന്നെ ആൻ്റണി എന്ന് വിളിച്ച് തുടങ്ങി കഴിഞ്ഞു. ഡയറക്ടറിനാണ്, അതായത് നമ്മുടെ മലയാളം ഓഡിയൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള നിരീക്ഷണമുള്ളവരാണ്. ഇൻഡസ്ട്രിയിൽ തന്നെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ വ്യക്തമാക്കുന്നവരാണ്. അപ്പോൾ ചതുർമുഖത്തിലേക്ക് വരുമ്പോൾ പുതുമ എത്രമാത്രം കോൺഫിഡൻറ് ഉണ്ട് ആസ് എ ഡയറക്ടർ എന്നുള്ള നിലയിൽ പ്രേക്ഷകരോട്?
വളരെയധികം കോൺഫിഡൻസ് ഉണ്ട് ഈ പുതുമ എന്ന കാര്യത്തിൽ. ബിക്കോസ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 100 പേര് ഈ സിനിമ കാണുകയാണെന്ന് വെക്കുക, അതിലെ 100 പേർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടും, കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ആ 100 പേരും പറയുന്ന ഒരു കാര്യം ഉറപ്പാണ്, ഈ സിനിമ പുതുമയുള്ള സിനിമയാണ്, ഇതുപോലൊരു സിനിമ മലയാളത്തിൽ വന്നിട്ടുമില്ല, ഇത് തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ്. അത് 100 പേരും പറയും എന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ സിനിമയുടെ ബിസിനസ്സൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴേ നമ്മൾ ആദ്യം പറയുന്ന കാര്യം, ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ എടുത്താൽ മതി. നമ്മൾ എല്ലാവരെയും കൊണ്ടുവന്ന് ആദ്യം ഈ സിനിമ കാണിക്കും, കണ്ടതിന് ശേഷം മാത്രമേ അവരതിനെക്കുറിച്ച് നമ്മൾ ബിസിനസ്സൊക്കെ സംസാരിച്ചു തുടങ്ങും. അങ്ങനെ വന്നതാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. സെഞ്ചുറിയാണ് എടുത്തിരിക്കുന്നത്, അവരും സിനിമ കണ്ടിട്ട് എടുത്തതാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും സിനിമ കണ്ടിട്ട് എല്ലാവരും എക്സൈറ്റഡ് ആണ്. അത് ഒരു കാര്യം കൂടി അതിൽ പറയേണ്ടത്, ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഒരു മൊബൈൽ ഫോണിൽ പ്രേതമോ എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിൽ നമുക്ക് കൺസീവ് ചെയ്യാം. നമുക്ക് ഭയങ്കര കോമിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ട് കോമഡി ത്രില്ലറായിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞങ്ങൾ ആ എലിമെന്റ്സ് എല്ലാം മാറ്റി വെച്ചിട്ടാണ് ഈ സാധനം ഡിസൈൻ ചെയ്തത്. കാരണം ഞങ്ങൾ ഈ സിനിമയെ കാണുന്ന ആദ്യം പ്രേക്ഷകനായിട്ടാണ്. അത് ഡയറക്ടേഴ്സ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പ്രേക്ഷകനായിട്ടാണ് ഈ സിനിമ കാണുന്നത്. അപ്പം നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പല പടങ്ങൾ കാണുമ്പോൾ പറയുന്ന കുറ്റങ്ങൾ ഇല്ലാത്തൊരു സിനിമ ആണ് നമ്മൾ കൺസീവ് ചെയ്തത്. ഞങ്ങൾ ഈ കഥ ആദ്യം ജിസിനോട് പറയുമ്പോൾ, ഞങ്ങൾ കോട്ടയത്ത് വെച്ചാണ് കാണുന്നത് കഥ പറഞ്ഞ് ജിസ് ആദ്യം ജിസിന്റെ കൂടെ പ്രൊഡക്ഷൻ പാർട്ട്ണറായ ജിസിന്റെ അനിയനാണ്. അപ്പൊ ജസ്റ്റിന്റെ അടുത്ത് ഈ സബ്ജക്ട് പറയും. ജസ്റ്റിന്റെ ഫസ്റ്റ് റിയാക്ഷൻ സോർട്ട് ഓഫ് ലൈക്ക് മൊബൈൽ ഫോണിൽ പ്രേതോ വർക്കൗട്ട് ആവുക ചെയ്യാ എന്നൊരു ഐഡിയയിലാണ്. പക്ഷെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ജസ്റ്റിൻ വളരെ എക്സൈറ്റഡ് ആയി. കാരണം ആ ഒരു ബേസിക് കോൺസെപ്റ്റ് ചിലവർക്ക് അത് മൊബൈൽ ഫോണിൽ പ്രേതം എന്നുള്ളത് വളരെ നോർമൽ സാധനമായി തോന്നാമെങ്കിലും അത് അഭയും അനിലും എഴുതി കൊണ്ടുവന്നിരിക്കുന്നത് ഭയങ്കര രസമുള്ളൊരു ത്രില്ലിംഗ് മോഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഇതിലുണ്ട്. കൂട്ടത്തിൽ നമ്മൾ പറയാൻ വിട്ടുപോയത് ജസ്റ്റിനെ കുറിച്ചാണ്. ജസ്റ്റിന്റെ അനിയനാണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളാണ്. അതുപോലെ തന്നെ ലൈൻ പ്രൊഡ്യൂസേഴ്സായി നമുക്ക് ബിനു ഉണ്ട്. ബിനുവിടെ ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ ഭയങ്കര രസമായിട്ട് ഈ പടം വർക്കൗട്ട് ആവുന്ന ഉറച്ചു വിശ്വസിച്ച് കൂടെ കട്ടക്കി നിന്നവരാണ്. ബഡ്ജറ്റ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തു. രസമുള്ളൊരു കാര്യം, എല്ലാം ജോഡികളാട്ടോ. സംവിധായകർ ഇരട്ടകളാണ്, എഴുത്തുകാർ ഇരട്ടകളാണ്, നിർമ്മാതാക്കൾ ഇരട്ടകളാണ്. നിരഞ്ജനൊന്നും സംസാരിക്കുന്നില്ല. അതെ, എന്താ നിരഞ്ജന സംസാരിക്കുന്നത്? പാസ് അടിച്ചടിച്ച് മറന്നു എന്ന് വിചാരിച്ചു. അല്ല അല്ല ഈ പറഞ്ഞതുപോലെ ഇവർക്കാർക്കും കണ്ണ് കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോസ്റ്ററിൽ കണ്ട ഓരോ പേരും. ഇത്രയും നല്ലൊരു കാസ്റ്റ്, ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ എപ്പോഴും നമുക്ക് വർക്ക് ചെയ്യാൻ അവസരം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പം ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇത്രയും വലിയൊരു സിനിമയുടെ ചെറിയൊരു ഭാഗമാവാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏപ്രിൽ 8-ാം തീയതിയാണ്. ആ സമയത്ത് കറക്റ്റ് ഏപ്രിൽ 8-ാം തീയതിയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് ഞങ്ങൾ എല്ലാവരും വീണ്ടും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു അനുഭവം പൂർണ്ണമാകണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സറൗണ്ട് സൗണ്ട് സിസ്റ്റവും ആ ഒരു ക്വാളിറ്റിയിലുള്ള സൗണ്ടും എല്ലാം തിയേറ്ററിൽ തന്നെ പോയി എല്ലാവരും ഇത് ആസ്വദിക്കണം എന്ന്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. എല്ലാവരുടെയും പ്രോത്സാഹനവും സപ്പോർട്ടും ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ പ്രസ് മീറ്റിന് വന്ന് ഞങ്ങളുടെ വിവരങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു. സംഗീതയ്ക്കും ഇതിൻ്റെ പ്രതീഷ് എല്ലാവർക്കും. അപ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ ഇടവും വലവുമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നത് ബിനുവുമാണ്. നേരത്തെ പറഞ്ഞത് അവർ ഈ സിനിമയ്ക്ക് മാത്രമല്ല എല്ലാ സിനിമകൾക്കും എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ഒപ്പം എപ്പോഴും ഉള്ള 2 പേരാണ്. അവരോട് 2 പേരോടും ഇപ്പം ഔപചാരികമായിട്ട് നന്ദി പറയുകയാണ്. താങ്ക് യു, എല്ലാവർക്കും നന്ദി. താങ്ക് യു.